പക്ഷേ ഇവിടെ തോറ്റ പാർട്ടിയുടെ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളവോട്ട് ചെയ്താണ് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചതാണ് പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്കത് ഇവർ പറഞ്ഞ നുണ പ്രചരണമാണെന്നുള്ളത് തെളിയിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും ഈ വോട്ടർമാരെന്ന നിലയിലും ഞങ്ങൾക്കത് തെളിയിക്കേണ്ടത് ഞങ്ങൾ ഉത്തരവാദിത്തം. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ BJPക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ. ആ ചെയ്ത വോട്ടിനെ വരെ ഇപ്പോൾ കളിയാക്കി കള്ളവോട്ട് എന്ന നിലയിലാണ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അതിനെന്തായാലും ഒരു കനത്ത തിരിച്ചടി ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവും. കാരണം ഈ ഇവിടുത്തെ വോട്ടർമാരെ ഒരു കളിയാക്കുന്ന വിധത്തിലാണ് ഇവിടെ ഈ രണ്ട് കൂട്ടരും കൂടി ഇത്തരം ദിവസങ്ങളിൽ ഇവിടെ ചെയ്ത് കൂട്ടിയേക്കുന്നത്. നമസ്കാരം. നമ്മുടെ ചാനലിൽ ഇന്നു മുതൽ ഒരു സർവേ ആരംഭിക്കുകയാണ്. വിഷയം ഒന്ന് മാത്രമാണ്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ജനങ്ങൾ ഇത്തവണ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJPക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു അന്വേഷണമായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. ഇതിൽ ആദ്യമായിട്ട് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലാണ് ഇന്നത്തെ ഒരു സർവേ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള വോട്ടർമാരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി പേരെന്തായിരുന്നു? എൻ്റെ പേര് ലാംപി. ചേച്ചി ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ വോട്ടറാണോ? അതെ. ചേച്ചി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇവിടെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJPക്ക് വോട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എൻ്റെ കൂട്ടുകാരായാലും, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എൻ്റെ കൂട്ടുകാരും എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ സുരേഷ് ഗോപിക്കാണ് വോട്ട് ചെയ്തത്. സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ തോറ്റ പാർട്ടിയുടെ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളവോട്ട് ചെയ്താണ് സുരേഷ് ഗോപിനെ ജയിപ്പിച്ചതാണ് പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്കത് ഇവർ പറഞ്ഞ നുണ പ്രചരണമാണെന്നുള്ളത് തെളിയിക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലും ഈ വോട്ടർമാരെന്ന നിലയിലും ഞങ്ങൾക്കത് തെളിയിക്കേണ്ടത് ഞങ്ങൾ ഉത്തരവാദിത്തം. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ BJPക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ. അതാണ് തീരുമാനം. ചേച്ചി, ഇപ്പോൾ ഈ നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി, ഈ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി, അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനങ്ങളും വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിലെത്താനുള്ളൊരു സാഹചര്യമുണ്ടോ? ഇവരുടെ ഭരണത്തെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവാണോ പോസിറ്റീവാണോ ചേച്ചിക്ക് പറയാനുള്ളത്? ഇവരുടെ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നെഗറ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ തന്നെ ഇവരാണ് ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മാർക്കറ്റ് പരിസരത്തൊക്കെയാണ് എൻ്റെ സ്വന്തം വീട് വരുന്നത്. പക്ഷെ മാർക്കറ്റിലൊന്നും ഒരു നവീകരണം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ ആൾക്കാരുകൾ തന്നെ ഇവർ UDF LDFും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റി തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഈ തന്ത്രങ്ങളും അതുപോലെ തന്നെ എന്ത് കാര്യത്തിനായാലും അവർ രണ്ട് പാർട്ടിയാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ തന്ത്രങ്ങൾ വരുമ്പോൾ അവർ ഒരുമിച്ച് നിന്നിട്ടാണ് പ്രവർത്തിക്കുകയുള്ളൂ. ഇവിടെ ഒരു വികസനവും ഇന്നോളം വരെ ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ ഒരു പിന്തുടർച്ചാവകാശ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അപ്പം പോയ മോൻ, ഭാര്യ പോയ ഭർത്താവ്, ഭർത്താവ് പോയ ഭാര്യ, അച്ഛൻ പോയ അമ്മ, ഇങ്ങനെയാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതർ ഭരണത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തീർച്ചയായിട്ടും ഒരു മാറ്റം വരണം. ഞങ്ങൾക്ക് BJP വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലും മാർക്കറ്റിനും ഇരിഞ്ഞാലക്കുടയ്ക്കും ഒരു വികസനം വേണമെന്നുള്ളത് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ജയിപ്പിക്കണം എന്നുള്ളൊരു ഇതിലാണ് BJP ഇവിടെ വരണം എന്നുള്ളൊരു സങ്കല്പത്തിലും ആശ്വാസത്തിലും സന്തോഷത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ ഇവിടെ പ്രതിപക്ഷമാണല്ലോ, അവരെ സംബന്ധിച്ച് അവരും ഒരു പോരാട്ടം, അധികാരത്തിലെത്താനുള്ള ഒരു പോരാട്ടം നടത്തും. അപ്പോൾ അതിൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്? അവർക്ക് മുന്നേറ്റം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഒരു മന്ത്രി, നമ്മൾ ബിന്ദു മന്ത്രീനെ നമ്മൾ ജയിപ്പിച്ചു വിട്ടു. നമുക്കിന്ന് വരെ ഒരു ഉപകാരവും നമുക്ക് ഉണ്ടായിട്ടില്ല. ഈ വികസനം എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ കുട്ടംകുളം ആകെ താറുമാറായി കിടക്കണു. ഇരിഞ്ഞാലക്കുട റോഡുകൾ ഇപ്പോൾ ഏതാ നല്ലതെന്നുള്ളത് പറയാനായിട്ടുള്ളതാ ഒരു റോഡുമില്ല. പിന്നെ മാർക്കറ്റ് എന്നിട്ടുള്ളത്, മാർക്കറ്റിൽ ആകെ നശിച്ച് തവിടുപൊടിയായിട്ട് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ പോലും എന്താ പറയുക, അണുക്കളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറേജാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വികസനവും രണ്ട് പാർട്ടിക്കാരുടെ കയ്യിൽ നിന്നും ഒരു വികസനം ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ നടന്നിട്ടില്ല. ആകെ ഇവിടെ നടക്കുന്നത്
ഇപ്പോൾ ഇന്നാൾ കഴിഞ്ഞില്ലേ, എന്താ പറയുക, കർക്കിടകത്തിൻ്റെ ഒരു 10 ദിവസത്തെ ഇത്, അതും ആ ഗ്രൗണ്ട് കുത്തിപ്പൊളിച്ച് ആകെ താറുമാറാക്കി അത് നശിപ്പിച്ചെടുത്തു. അതുള്ള ഇത് അല്ലാണ്ട് ഇവിടെ ഒരു വികസനം എന്ന് പറയാനായിട്ട് ഇവിടെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു റോഡ് പോലും ഇപ്പോൾ നല്ലതില്ല. പിന്നെയെന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ തൊട്ടിപ്പോൾ ഒരു ബാങ്ക്, ഇപ്പോൾ ഇവിടെ ഒരു IT ബാങ്ക്, അതിലത്തെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരാണ്. അപ്പോൾ വലയിൽ നിന്ന് കുളത്തിലേക്ക് വീണാലും കുളത്തിൽ നിന്ന് വലയിൽ വീണാലും ജനങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവർക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ സാധാരണക്കാർ ജനങ്ങളാണ് ഇതിൽ കഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്തവണ വലിയൊരു മാറ്റത്തിനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. മാറ്റത്തെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പള്ളികളിലൊക്കെ വിളിച്ച് പറയുന്നത്, നമ്മുടെ പള്ളികളിലെ ഫണ്ടൊക്കെ ഇപ്പോൾ പെട്ടെന്ന്, അതായത് ഒരു സഹായം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ, പള്ളിയിലേക്ക് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഫണ്ട് എടുക്കാനില്ല, IT ബാങ്കിൽ കൊണ്ടുവന്നിട്ടേക്കണം. 6 മാസം കൂടുമ്പോൾ 10,000 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഹായം ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഫണ്ട് പള്ളിക്കാരുടെയിലൊക്കെ അവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയത് പിൻവലിക്കാൻ പറ്റണം? ആ തരത്തിലും ബ്ലോക്കാക്കിയേക്കാം അവർ. എല്ലാ തരത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയേക്കാം. ഇരിഞ്ഞാലക്കുടയിലെ ക്രൈസ്തവരുടെ കൂടുതൽ പണവും ഇവിടെ ഈ ബാങ്കിലാണോ നിക്ഷേപിച്ചിരിക്കുന്നത്? ക്രൈസ്തവരുടെ കൂടുതൽ പണവും ഈ ബാങ്കിലാണ്. ക്രൈസ്തവ സ്ഥാപനങ്ങളും എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ ഈ ബാങ്കും ഈ മുനിസിപ്പാലിറ്റി ഭരണമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പാവം ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. അറിയാവുന്നവർക്കെല്ലാം അറിയാം, അറിയാത്തവർക്കൊന്നും അറിയില്ല. കാരണം ഇവർ വായ അടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ എന്തായാലും ഒരു മാറ്റത്തിനുള്ള സാധ്യത ഉണ്ടല്ലേ? ഈ മാറ്റത്തിന് നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് എല്ലാവരും മാറണം. മാറിയാൽ നമ്മൾക്ക് നല്ലൊരു ഭരണം, നമുക്ക് ഇവിടെ ഇരിഞ്ഞാലക്കുടയ്ക്ക് ഒരു വികസനം ഉണ്ടാവും. ജനം ചിന്തിക്കണം, ഇങ്ങനെ പോയാൽ മതിയോ എന്നുള്ളത്. ചിന്തിച്ചാൽ നമ്മൾക്കും നമ്മുടെ ജനങ്ങൾക്കും നല്ലത്. എന്നെ പോലുള്ള ക്രിസ്ത്യാനികൾക്കും ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും നന്നായിരിക്കും ഒരു മാറ്റം. നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? എൻ്റെ പേര് മധു. ചേട്ടൻ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ വോട്ടർ എന്നല്ലേ? അതെ. ചേട്ടാ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഇരിഞ്ഞാലക്കുട വലിയ രീതിയിലുള്ളൊരു ലീഡ് സുരേഷ് ഗോപി നേടിയിരുന്നു. കഴിഞ്ഞ വട്ടം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകൾ ഈ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJP വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താണ്? കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്ത വോട്ടിനെ വരെ ഇപ്പോൾ കളിയാക്കി കള്ളവോട്ട് എന്ന നിലയിലാണ് ഈ 2 രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അതിനെന്തായാലും ഒരു കനത്ത തിരിച്ചടി ഈ 2 രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവും. കാരണം ഈ ഇവിടുത്തെ വോട്ടർമാരെ ഒരു കളിയാക്കുന്ന വിധത്തിലാണ് ഇവിടെ ഈ 2 കൂട്ടരും കൂടി ഇത്ര ദിവസങ്ങളിൽ ഇവിടെ ചെയ്ത് കൂട്ടിയേക്കണത്. കാരണം സുരേഷ് ഗോപി കള്ളവോട്ട് ചേർത്തു, 60,000-ഓളം വോട്ട് കള്ള് അവരെ തന്നെയാണ് വിലയില്ലാണ്ടാക്കിയത്. കാരണം ഭരണത്തിലിരിക്കുന്ന പാർട്ടീനെ പോലും അവർ വിലയില്ലാണ്ടാക്കി കളഞ്ഞു. കാരണം 60,000 വോട്ടൊക്കെ ഒരു പാർട്ടിക്ക്, ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത ഈ സംസ്ഥാനത്ത് എങ്ങനെ വോട്ട് ചേർക്കാൻ പറ്റും എന്നുള്ളത് ഇവിടുത്തെ ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ അതിൽ തന്നെ അവർക്ക് പൊളിയാന്നുള്ളത് ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി കഴിഞ്ഞൊരു 25 വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്തവണത്തെ ഒരു ട്രെൻഡ്? എന്താണ്? കോൺഗ്രസ് അധികാരം നിലനിർത്തുമോ, അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള CPM അധികാരം പിടിക്കുമോ, അല്ലെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ മുനിസിപ്പാലിറ്റിയിൽ 1ാം സ്ഥാനം നേടിയ BJP, അല്ലെങ്കിൽ ലീഡ് ചെയ്ത സുരേഷ് ഗോപി പ്രതിദാനം ചെയ്യുന്ന BJP ലീഡ് പിടിക്കാനോ അല്ലെങ്കിൽ അധികാരം പിടിക്കാനോ സാധ്യതയുണ്ട്? ഈ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷം തകർന്നു കിടക്കുകയാണ്. കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിലും വൻ കോടികളുടെ അഴിമതിയും അടിച്ചുമാറ്റലും, കൂടാതെ ഇപ്പോൾ കോൺഗ്രസും ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ 2 കൂട്ടരും വടി പിടിച്ചിരിക്കുകയാണ് ഇവിടെ. അത് ഈ വരുന്ന ഇലക്ഷനുകൾ കൃത്യമായിട്ട് അതിനുള്ള മറുപടി ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. കാരണം കരുവന്നൂർ കൊള്ള കഴിഞ്ഞപ്പോൾ അതേ ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടി ഇരിക്കുന്ന ഒരു ഇതാണ് ഇരിഞ്ഞാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് തീർച്ചയായിട്ടും ഇലക്ഷനിൽ ബാധിക്കും. അത് കോൺഗ്രസ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാവാനാണ് തന്നെയാണ് 100% ഇവിടെ ചാൻസ്. കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല. വേറെ ആരെയും ഇവിടെ പകരം വരിക? ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഇപ്പോൾ. കാരണം കരുവന്നൂർ കൊള്ളയ്ക്കെതിരെയും വന്നപ്പോൾ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നൊരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ഞാൻ കണ്ടേക്കുന്നത്. BJP ആണ് ഇവിടെ. കാരണം ഇത്രയെങ്കിലും എത്തിച്ചത് BJP ആണ്. മാറ്റം തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും ഈ മണ്ഡലത്തിൽ.